ഹായ് ഗൈസ്, ഞാൻ ഇവിടെ ദുബായിലൊരു ബസ് സ്റ്റോപ്പിൽ ഒളിച്ചിരിക്കുകയാണ് ഗൈസ്. ചുമ്മാറുണ്ട്, ഒളിച്ചിരിക്കുകയല്ല ഗൈസ്, ഞാൻ ഇവിടെ വെറുതെ വന്നിരിക്കുന്നത്. ഫ്രീ വൈഫൈ ഉണ്ട് ഗൈസ്. ഗൾഫിൽ ഞാൻ രാവിലെ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എല്ലാം ശാന്തമാകുമെന്ന്. അങ്ങനെയല്ല ഗൈസ്, കാര്യങ്ങളിലെ പോക്ക് കുറച്ച് പ്രശ്നമാണ്. ഈ കിളവൻ ചത്തതിൻ്റെ പ്രതികാരത്തിന് ഇറാൻ്റെ കയ്യിൽ ആയുധശേഖരണം കുറേ ഉണ്ടല്ലോ. അതെല്ലാം കൂടെ ഇത് പൊട്ടിച്ചാൽ ഇവന്മാർ നമ്മൾ ഇതിന് ദീപാവലിക്ക് അതിന് കുറേ പടക്കങ്ങളും കമ്പും അതൊക്കെ മേടിക്കും. ഇപ്പം നമ്മൾ അത് വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ പോലീസ് വന്ന് പൊട്ടിക്കാൻ പറ്റത്തില്ലെന്ന് പറയും, കേസെടുക്കുമെന്ന് പറയും. എന്ന് വെച്ചത് പൊട്ടിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല, അവന്മാർ വേറെ എവിടെയെങ്കിലും കൊണ്ടിട്ട് പൊട്ടിക്കും. അപ്പോൾ അതേപോലെ ഇസ്രായേലിലോട്ട് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ ദേഷ്യത്തിന് യു എയിലിട്ട് പൊട്ടിക്കുന്നത്. ഇപ്പോൾ അവർ യു എയിലെ അമേരിക്കൻ എംബസിയോ അല്ലെങ്കിൽ അമേരിക്കൻസിൻ്റെ ബന്ധപ്പെട്ട മേഖലകൾ മാത്രം, സ്ഥാപനങ്ങൾ മാത്രമല്ല, എല്ലായിടത്തോട്ടും യു എയിൽ എല്ലായിടത്തോട്ടും വാരിയും എറിയുന്നത് മിസൈലുകൾ. എന്താണ് എന്താണ് പ്രശ്നം? എന്തിനാണ് എനിക്ക് മനസ്സിലാവുന്നത്? ഇവന്മാരെ ഇതെന്ന് പറയുമ്പോൾ ഞങ്ങളെ നേതാവിനെ കൊന്ന് ഞങ്ങളും കുറേ പേരെ കൊല്ലും. അതാണ് അവരുടെ ലക്ഷ്യം. കാടടച്ച് വെടിവയ്ക്കുക എന്ന് പറയുന്നത് ഗൈസ്. ഞാൻ തമാശ പറഞ്ഞാണെങ്കിലും തമാശ രീതി പറഞ്ഞാണെങ്കിലും കാര്യം കുറച്ച് സീരിയസ് ആണ്. എല്ലാവർക്കും ടെൻഷനുണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ഓർഡറായിട്ടല്ല, പ്രാർത്ഥിച്ചാൽ കൊള്ളാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാർ കമൻ്റ് ഇടുന്നത് എന്താണ്, അതിപ്പോ അല്ലെങ്കിൽ എന്തോ ഒരുത്തം പറയണത്, നാട്ടിലാവില്ല നീ ചാവത്തില്ലേ, പിന്നെന്താണ്? ഈ പറയുന്നവൻ ചാവത്തില്ല, ജീവിച്ചിരിക്കുമല്ലോ. എല്ലായിടത്തും കാണുമല്ലോ കുറേ വിവരം കെട്ടവന്മാർ. ഇവന്മാരെ കയ്യിൽ ചുമ്മാ വീട്ടിനകത്തിരുന്ന് യൂട്യൂബ് നോക്കി കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കും. ഇവിടെ നിൽക്കുന്നവരവസ്ഥ ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാവും. അതുകൊണ്ട് ഈ വിവരമില്ലാത്തവന്മാർ അത് വായും വെച്ച് മിണ്ടാതിരിക്കും. മനസ്സിലായോ? ഈ വിവരക്കേട് ഇരുന്നുകൊണ്ട് പല നാട്ടുകാരത്തും പറഞ്ഞ് ആരെങ്കിലും എടുത്ത് അറിഞ്ഞ് കൊല്ലും. അതുകൊണ്ട് വിവരക്കേട് വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കണം. പറഞ്ഞ് മനസ്സിലായോ? ഗ്രൗണ്ടിലിരുന്ന് കളി കാണുന്ന കണക്കല്ല ഗ്രൗണ്ടിലിറങ്ങി കളിക്കുന്നത്. അതുപോലെ ടി വി ഇരുന്ന് കുണയ്ക്കുന്ന കണക്കല്ല, ടി വി കണ്ട് കുണയ്ക്കുന്ന കണക്കല്ല ഇവിടുത്തെ കാര്യങ്ങൾ. കുറച്ച് ചെറിയ ടെൻഷനുണ്ട്, അത് കുഴപ്പമില്ല, ശരിയാവും. അതായത് മരിക്കട്ടെ, അതൊന്നും കാര്യമില്ല. എന്തായാലും മരിക്കുന്നായാലും നേരത്തെ മരിച്ചെന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവസാനമായിട്ട് വീട്ടുകാരെയൊക്കെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം, അത്രയേ ഉള്ളൂ. ഓക്കെ, എല്ലാം ശരിയായിട്ട് നടക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെയും വേണ്ടപ്പെട്ടവരിവിടെ ഉണ്ട്, ഇവിടെ ഉള്ളവർക്ക് വേണ്ടപ്പെട്ടവർ അവിടെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. ഓക്കെ, ബൈ.